ഹായ് കൂട്ടുകാരെ, ഷാൻഡീസ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എല്ലാവരും ഒത്തിരി ആളുകൾ ആവശ്യപ്പെട്ട പോലെ ഒരു തലമുടി വളരെയും പിന്നെ മുടി കറക്കുകയൊക്കെ ചെയ്യുന്ന ഒരു എണ്ണയാണ്. അത് ഒത്തിരി ആളുകൾ ചോദിച്ചതല്ലേ. അപ്പം നമുക്ക് ഈ ചൂടായ കാരണം ഒത്തിരി മരുന്നൊന്നും കിട്ടിയില്ല. എന്നാലും ഈ മരുന്നുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നെ എണ്ണ കാച്ചാന്നാണ് വിചാരിക്കുന്നത്. ഇത് ഞാൻ ഒരു 1.5 കിലോ 2 കിലോ അടുക്കി എണ്ണയ്ക്കാണ് കാച്ചാൻ തുടങ്ങുന്നത്. അത്രത്തിനുള്ള മരുന്നാണ്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഗുണങ്ങളൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയില്ല. കാരണം ഞാനൊരു വൈദ്യനോ ഡോക്ടറോ അല്ല. നമ്മളിത് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എണ്ണ ആയതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്കിത് ഇതുപോലെ തന്നെ കാച്ചി യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. കരിവേപ്പില തലമുടി വളരാൻ മാത്രമല്ല, പിന്നെ മുടി നരക്കാതിരിക്കാൻ, ഈ ചെമ്പിച്ച മുടിയൊക്കെ നല്ല കറുത്ത കളറാകാൻ വേണ്ടി കരിവേപ്പില നമ്മൾ ഈ എണ്ണകളിൽ കൂട്ടുന്നത്, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഗുണം എനിക്കറിയാം. പിന്നെ മുയൽ ചെവി, ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? മുയൽ ചെവിയൻ പല നാടുകളിൽ പല പേരുകളുണ്ടാവുമെന്ന് എനിക്കറിയാം. മുയൽ ചെവി വേദന, നമുക്ക് നീർക്കെട്ട്, അങ്ങനെ പല സംഭവങ്ങൾക്കും മുയൽ ചെവിൻ നല്ലതാണ്. എണ്ണ കാച്ചുന്ന മുടി വളരാൻ മാത്രമല്ല, ഇത് ഈ നാട്ടിൽ നിലന്തെങ്ങ് എന്നാണ് പറയുന്നത്, മുക്കുറ്റി എന്നാണ് പറയുന്നത് ഞങ്ങൾ. ഇത് പിന്നെ ബ്രഹ്മി വംശത്തിൽപ്പെട്ട ഒരു സംഭവമാണ്. ഇതിന് വേറൊരു പേരുണ്ടല്ലോ, മറന്നുപോയി. ഞാൻ പറയാം കാച്ചുന്നതിൻ്റെ ഇടയിൽ ഈ സംഭവം നമ്മളിതിലെടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഇട്ടുണ്ടല്ലോ, ഞാൻ കുട്ടികൾക്ക് ചപ്പാത്തി ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ബുദ്ധി വളരാനായിട്ട് ഇത് ഒത്തിരി നല്ലതാണ് കേട്ടോ. ഈ സംഭവം പൂവാങ്കുരുന്നൽ എന്ന് പറഞ്ഞ സംഭവമാണ്. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇത് ഇത്രയും വേണം. ഇത് കീഴാർ നെല്ലി. ഈ സംഭവം പണ്ടൊക്കെ ഈ നമ്മുടെ മഞ്ഞപ്പിത്തത്തിനൊക്കെ അരച്ച് ഒറ്റമൂലിയായിട്ട് കൊടുക്കുന്നതായിരുന്നു. ഇത് ഒറിജിനൽ ബ്രഹ്മിയാണ്. ബുദ്ധിശക്തിക്കും തലമുടിക്കും എല്ലാത്തിനുള്ള കുറേച്ചെടുത്തിട്ടുള്ളു. ഇതെന്താണെന്ന് വെച്ചാൽ വെറ്റിലയാണ്. നമുക്ക് വെറ്റിലക്കൊടി ഉണ്ട്. അപ്പം അതുമേന്ന് ഇത്രയും വെറ്റിലെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കറിയാമല്ലോ, കറ്റാർവാഴ, അലോവേര, ഈ സംഭവം വേണം നമുക്ക്. ഇത് എന്താണെന്നറിയോ? നമ്മുടെ 5 ഇതള് ചുവപ്പ് ചെമ്പരത്തിയുടെ കൂമ്പാണ്. ഞാൻ ഈയിടെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഇവിടെ ക്ലീൻ ചെയ്തപ്പോൾ അത് റൗണ്ട് അടിക്കാൻ വേണ്ടി കണ്ടിച്ചളഞ്ഞതുകൊണ്ട് കൂമ്പ് എടുക്കാൻ പറ്റുള്ളൂ. കൂമ്പ് മാത്രമല്ല, നമുക്കതിൻ്റെ പൂവും മൊട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഏറ്റവും നല്ലതാണിത്. പക്ഷെ എനിക്കിവിടെ നമുക്ക് ഇത്ര കൂമ്പേ കിട്ടിയുള്ളേ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതും അറിയാൻ പറ്റുന്നതാണ്. നമ്മൾ ഇതിൻ്റെ അടിയിലൊരു ഇത്രയുള്ള കായ ഉണ്ടാവില്ലേ, അതാണ് സംഭവം. ഇത് നമുക്ക് തലമുടി വളരാനായിട്ട് വളരെ നല്ലതാണ്. ഇതിപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ ഇപ്പോൾ 5000 രൂപയാണ് 1 കിലോയ്ക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ നമ്മുടെ പറമ്പുകളിലൊക്കെ ഉണ്ടായി നമ്മൾ നൊട്ടാനൊടിയനെന്ന് പറയുന്ന സംഭവമാണ്. പഴുത്തതെടുത്ത് കഴിക്കുമായിരുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇതിനകത്ത്. നമ്മുടെ കയ്യൊന്നിയാണിത്. അപ്പം ഇതും എണ്ണയിൽ ഇത് മാത്രം ഇട്ട് കാച്ചിയാലും നമുക്ക് തലമുടി വളരാനും നീർക്കെട്ട് മാറാനും ഒക്കെ നല്ലതാണ്. അപ്പം ഇതാണ് കയ്യൊന്നി. ഇത്രയും കയ്യൊന്നിയുണ്ട്. പിന്നെ മുരിങ്ങയില, ഇത് മുരിങ്ങയിലയാണ്. അപ്പോൾ ഇത്ര സംഭവമുണ്ട്. ഞാൻ 10-25 കൂട്ടമൊക്കെ മരുന്ന് ചേർക്കുന്നതാണ്. ഇപ്പം നമ്മുടെ ഉണക്കായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഈ വീട്ടിൽ നിന്ന് എനിക്ക് പോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും മരുന്നിട്ട് ഇന്നിപ്പോൾ എണ്ണ കാച്ചുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ ഇത് കരിനേച്ചി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഇലയാണ്. ഇത് പിന്നെ തുളസിയില, വെള്ളയല്ല, ഇങ്ങനത്തെ തുളസിയല്ലേ, കൃഷ്ണ തുളസിയല്ല, അതും ഇടുവേ. ഈ കരിനേച്ചി പല ഉപയോഗത്തിനുണ്ട്. എണ്ണ കാച്ചാൻ മാത്രമല്ല, നമ്മുടെ ധാന്യങ്ങൾ, നമ്മൾ കൂടുതൽ ധാന്യങ്ങൾ, അരി, പയറ്, പരിപ്പൊക്കെ നമ്മൾ കൂടുതൽ, നെല്ലി, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ചെയ്യുമായിരുന്നു. അത് പിന്നെ സൂക്ഷിക്കുമ്പോഴത്തേക്കും അതിലിത് ഇങ്ങനെ പിച്ചി ഇടുമ്പോൾ അതിന് പൊട്ടലും കുത്തലും പുഴുക്കുത്തൊന്നും വരില്ലേ. അങ്ങനെ ഉപയോഗിച്ച് പണ്ട് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഇതാണ് കരിനേച്ചിയല്ല. ഇതിൻ്റെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതും കൂടി ഇതിനകത്തോട്ട് ചേർക്കുവാണ്. ഈ മരുന്നുകളെല്ലാം നമുക്ക് ഒരലില്ല
ചതക്കും, കണ്ടിച്ചിട്ട് ചതച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ടാണ് ഞാൻ എണ്ണ കാച്ച. ഇനിയിപ്പോൾ ഞാനിത് ചതച്ചുകൊണ്ട് വരാം കേട്ടോ. എന്നിട്ട് ചതച്ചൊന്നും നമ്മൾ കാണിക്കുന്നില്ല, ചതച്ച് നീരെടുത്തിട്ട് എണ്ണയും കൂടി കാച്ചുന്നതാണ് നമ്മൾ കാണിക്കാൻ പോണം. ഓക്കെ, നമ്മളിത് ചതച്ച് പിഴിഞ്ഞ് നീരെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഒഴിക്കുവാണ്. നമുക്കിപ്പോൾ ഈ ഗ്യാസിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളിത് പിന്നെ അടപ്പയിൽ വെച്ച് എണ്ണ കാച്ചേണ്ട അവസ്ഥയിലാണ്. അപ്പം ഇത്ര നീരുണ്ട്, ഇതൊരു 2 ലിറ്ററോളം നീരുണ്ട് കേട്ടോ. അത്രയും മരുന്ന് ഉണ്ടായിരുന്നു. അപ്പം അത്രയും തന്നെ എണ്ണയും ഞാൻ അങ്ങ് ഒഴിക്കുവാണേ. നമ്മൾ ആട്ടിയെടുക്കുന്ന പ്യൂർ നല്ല വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇല്ലാത്തവർക്ക് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചാണെങ്കിലും ഇടാം, ഞാൻ പറഞ്ഞതാണ്. ഇതിൽ കുറച്ച് മരുന്നുകളും കൂടി നമുക്കിതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. ആ മരുന്നുകൾ നമുക്ക് തൽക്കാലം ഇവിടെ കിട്ടാഞ്ഞത് കൊണ്ടാണ്. പിന്നെ ഇത് ഇറക്കുന്നതിന് മുൻപായിട്ട് നമ്മളൊരു സംഭവം ചെയ്യും. കുറച്ച് ഉലുവ ചതച്ചതും ഇപ്പോഴേ ഇടത്തില്ല, തലയ്ക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടിയും കൂടിയാണത്. ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടും ചതച്ചതിനകത്തിടും. പിന്നെ കുറച്ച് കൊച്ചുള്ളി ഇടും. ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു 5-6 തരി കുരുമുളക് ഇട്ട് പൊട്ടും വേണം എടുക്കണം. നീർക്കെട്ടൊന്നും ഇല്ലാണ്ടിരിക്കാനാണെന്നാണ് അത് അന്ന് തുടങ്ങി ഞങ്ങൾ ചെയ്യുന്ന സംഭവമാണ് ഈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് കാച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ എണ്ണ കാച്ചിക്കൊണ്ടിരിക്കുവാണ്. ഗ്യാസ് ഇല്ലാത്ത കാരണം അടപ്പിലാണ് നമ്മളിത് കാച്ചുന്നത്. എന്താണെന്ന് വെച്ചാൽ ഗ്യാസിന് ഇപ്പോൾ ഭയങ്കര ഷോർട്ടേജ് ആണില്ല. ഞാൻ ചങ്ങലമ്പരൻ്റെ വേദന മാറുന്ന ഒരു ചങ്ങലമ്പരൻ്റെ ഇട്ടുള്ള ഒരു എണ്ണയുടെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിന് നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത്. ഒത്തിരി ആളുകൾ എന്നോട് എണ്ണ ചോദിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്കും കൂടി എത്തിച്ചതാണ്. ചങ്ങലമ്പരൻ്റെ എന്ന് പറഞ്ഞ സംഭവം ഞാൻ എണ്ണ കാച്ചി എനിക്കും എൻ്റെ അമ്മാവനും ഒക്കെ പുരട്ടിയിട്ട് നമുക്ക് വേദനകൾ മാറി ഒരു 10-15 മിനിറ്റിനുള്ളിൽ വേദന മാറുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ എണ്ണ കാച്ചി നിങ്ങളെല്ലാവരെയും കാണിച്ചത്. അപ്പോൾ ഒത്തിരി ആളുകൾ എന്നോട് എണ്ണ ചോദിച്ചു. അതിൽ ഒരാൾ മാത്രം എന്നോട് പറഞ്ഞു എത്ര രൂപയാണ് എണ്ണയ്ക്കെന്ന് ചോദിച്ചപ്പോൾ ഞാൻ 200 രൂപയാണ് 100 ഗ്രാമിനെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര വിലയാണെന്ന് പറഞ്ഞു. എൻ്റെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞ ആളാണ് കേട്ടോ ഞാനപ്പോൾ ഇത്രയും സംഭവം ചെയ്യുന്നത് ഈ ചങ്ങലമ്പരൻ്റെ നമ്മുടെ മേത്ത് വീണാൽ ചൊറിയും, അതിൻ്റെ നീര് വീണ ചിലർക്ക് മിക്ക ആളുകൾക്കും. അപ്പം ഞാനിവിടെ ഒരു ജോലിക്കാരെയും കൂടി വെച്ചിട്ടാണ് അതെല്ലാം ചതച്ച് നീരെടുത്ത് നമ്മൾ 3-3.5 മണിക്കൂർ ഇത് ആ എണ്ണ സാധനം അടപ്പയിൽ വെച്ച് ഇട്ടാണ് 3.5 മണിക്കൂർ കൊണ്ടാണ് നമ്മൾക്ക് ആ എണ്ണ കറക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. കൂടുതൽ തീയൊക്കെ ഇട്ട് അത് അങ്ങനെ പറ്റിച്ചെടുക്കാനും പറ്റത്തില്ല. അപ്പം ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാനത് വിൽക്കാൻ വേണ്ടിയല്ല ശരിക്കും അതന്ന് കാണിച്ചത്. നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുന്നത് ചെടികളുടെ സെയിൽ വീഡിയോ ഞാൻ പ്രധാനമായിട്ട് ചെയ്യണം. പിന്നെ ഞാൻ ഇങ്ങനെ എനിക്കറിയാവുന്നത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുകയാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഇതും. ഇത്രയും മരുന്നുകളല്ല, വേറെ കുറച്ചുകൂടി മരുന്ന് വേണമായിരുന്നു. എന്നാൽ ഇതാണെങ്കിലും ഇത്ര ഇട്ടാണെങ്കിലും ഞാൻ കാച്ചി പറ്റാറുണ്ട്, എല്ലാം കിട്ടാറുണ്ടാകുമ്പോഴത്തേക്കും. അപ്പം ഇനി മറ്റുള്ള മരുന്നുകൾ വേണമെങ്കിൽ വേറൊരു ചെറിയ വീഡിയോയിൽ ഇച്ചിരി എണ്ണയിട്ട് ആ മരുന്നൊക്കെ ഞാനെടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. എനിക്കതിനൊന്നും കുഴപ്പമില്ല. അപ്പം ഇതും ഞാൻ ഇപ്പം എല്ലാവരും ഈ വീഡിയോ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഹെയർ ഓയിൽ മുടി വളരാനുള്ള അല്ലെങ്കിൽ തലമുടി പെട്ടെന്ന് അരക്കാതിരിക്കാനുള്ള എണ്ണയൊക്കെ ചോദിക്കുന്നത് കൊണ്ടാണ് ഗ്യാസിൻ്റെ ലഭ്യത കുറവാണെങ്കിലും ഞാൻ ഈ അടപ്പയിൽ വെച്ച് ഈ എണ്ണ കാച്ചി ഈ വീഡിയോ നിങ്ങൾക്ക് ഇടുന്നത് കേട്ടോ. ഇടുവാണ് ഇങ്ങനെ അരിഞ്ഞ്. ഈ ഉള്ളി മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ എണ്ണയുടെ ഭാഗം അറിയാം കേട്ടോ. ഉള്ളി മാത്രമല്ല ഉലുവയും ചതച്ച് കൊടുക്കണം. ഉള്ളി ഇത് ഇങ്ങനെയാണ് കിടക്കുന്നത്.
കണ്ട ഇത്ര ഉള്ള എണ്ണയായിരുന്നു, ഇത്ര വരെ കേട്ടോ. ഉള്ളി അങ്ങ് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇപ്പം ഉലുവയും ഇടുവാണ്. ഉലുവ ചതച്ചതും കൂടി ഞാൻ ഇതിനകത്ത് ഇടുവാണേ. ഇത്ര ഉലുവയും കൂടി ഇടുന്നുണ്ട്. ഈ ഉലുവ ഇടുന്നതുകൊണ്ട് തലക്ക് നല്ല തണുവ് കിട്ടുമെന്നുള്ളതാണ്. ഉള്ളി ഉലുവയൊക്കെ അപ്പം നമ്മുടെ തലമുടിയൊക്കെ നരക്കാതെയും അധികം നരക്കേണ്ട സമയത്ത് നരക്കും, മരിക്കേണ്ട നേരത്ത് നമ്മൾ മരിക്കുകയും ചെയ്യും. പക്ഷേ പെട്ടെന്ന് നരക്കാതെയും മുടി ഇല്ലാത്തവർക്ക് മുടി വളരാനൊക്കെ ഉള്ള എണ്ണയാണിത്. ഞാനൊരു 25 വർഷമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 25 വർഷമായി ഞാനിത് യൂസ് ചെയ്യണത്. എൻ്റെ മോൾക്ക് അവൾ കാനഡയിലാണ്. അവൾക്ക് ഞാനിതിങ്ങനെ കുറുക്കി കാച്ചി കൊടുത്തെടുക്കാം. അവളവിടെ ചെന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി നല്ലതായിട്ട് തിളപ്പിച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവൾ പക്ഷേ കുറേശ്ശായിട്ട് മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അപ്പം നമ്മളിത് പാകമാണെന്ന് അറിയണത് ഈ ഉള്ളി ഇങ്ങനെ മൊരിഞ്ഞ് വരും കേട്ടോ. നമ്മൾ കറിക്കൊക്കെ താളിക്കണ പോലെ ഉള്ളി ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ ഈ വെള്ളം പറ്റും. നല്ലതായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഒരു 5-6 തരി കുരുമുളകും കൂടി ഇതിനകത്ത് ഇടണം. അപ്പം നമ്മുടെ അതേ കൊച്ചുള്ളിയൊക്കെ നല്ലതായിട്ട് മൂത്ത് വന്നു. ഈ കുരുമുളക് ഇടുവാണ്, ഇതിപ്പോൾ പൊട്ടും. അപ്പോൾ അറിയാം നമുക്ക് കറക്റ്റ് പാകമേ. എണ്ണയുടെ കളറ് കണ്ട. പിന്നെ ഇത് പെരട്ടി അപ്പം തന്നെ മുടി കിളുക്കും. നരച്ച മുടി കറക്കൊന്നും പറയരുത് കേട്ടോ, നിങ്ങൾ യൂസ് ചെയ്യണം. ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്തത് കൊണ്ടായിരിക്കാം എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ആയി വന്നത്. അപ്പം നമ്മുടെ എണ്ണ ഓക്കെ ആയി. ഇത് കണ്ട കളറ്. അപ്പോൾ ഈ എണ്ണ ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ട കൈ പൊള്ളുന്നുണ്ട് ചെറുതായിട്ട്. ഇവിടെ വെക്കണേ. അപ്പോൾ ഇങ്ങനത്തെ കളറിൽ നമുക്ക് ഈ എണ്ണ കിട്ടും. പക്ഷേ ഒരു കാര്യവും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. എണ്ണ കാച്ചി പറ്റുന്നവർ ഈ എണ്ണ നമ്മൾ 1 കിലോന് എണ്ണയാണ് കാച്ചണമെങ്കിൽ 1 കിലോ എണ്ണയൊന്നും കിട്ടത്തില്ല കേട്ടോ. ഒരു 3/4 കിലോ എണ്ണയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം ഏതെണ്ണ കാച്ചിയാലും എണ്ണ ഈ 2 മണിക്കൂർ കൊണ്ട് അടുപ്പേ കിടന്ന് ഇതുപോലെ സെറ്റായി വന്നിട്ട് കുറുകിപ്പോകും. അപ്പോൾ എണ്ണ കുറഞ്ഞു പോകും കേട്ടോ. അപ്പം ഇത് പറ്റണ എങ്ങനെയാണെന്നറിയോ, എനിക്ക് മുടി ഇവിടെ നരച്ച പോലെയൊക്കെ വരും. ചിലപ്പോഴൊന്നും ഞാൻ ശ്രദ്ധിക്കത്തില്ല. ഞാൻ ഗാർഡനിൽ 2-3 ദിവസം പോകാണ്ടിരുന്ന ഞാൻ ഈ മുടി തുടത്തേയില്ല. വീട്ടിൽ തന്നെ പണിയായിട്ട് നടക്കും. അപ്പോൾ ഗാർഡനിൽ പോകാൻ നേരത്ത് പുറത്ത് പോകാൻ നേരത്താണ് ഞാൻ മുടി കെട്ടണത്. അപ്പോൾ ചിലപ്പോൾ എണ്ണ പറ്റി കുളിക്കാനൊക്കെ സമയമൊന്നും ഉണ്ടാവില്ല, തിരക്കാണ് എനിക്ക് എപ്പോഴും. അപ്പം എനിക്ക് ഇങ്ങനെ ഈ സംഭവം നരച്ചെന്ന് തോന്നുമ്പോൾ ഞാൻ ഇച്ചിരി എണ്ണ കാച്ചുന്ന വേറൊരു കാച്ച എണ്ണയുടെ സംഭവം ഞാൻ എടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ വരാമേ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് എണ്ണ തീർന്നു പോയാൽ ഞാൻ എന്ത് ചെയ്യും, ഇതെല്ലാം കൂടി കണ്ടിച്ച് പെറുക്കിയിട്ട് എണ്ണ കാച്ചിട്ട് ഇതിവിടെ നിന്ന് ഇങ്ങനെ തോണ്ടിയെടുക്കും. ഇച്ചിരി പാത്രത്തിൽ ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ തേച്ച് ഇങ്ങനെ പിടിപ്പിക്കും നല്ലതായിട്ട്. ഇതൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴാണ് കുളിക്കണത്. മനസ്സിലായില്ല? ഇപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞതായതുകൊണ്ടാണ്. അപ്പം നമുക്ക് നരയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കുറച്ച് തേച്ച് പിടിപ്പിച്ചൊരു ഞങ്ങൾക്ക് 1 പ്രാവശ്യം തേക്കുമ്പോൾ തന്നെ ഞാൻ പിന്നെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും മുടി കറുത്തിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു കറുപ്പിന് പ്രധാന കാരണം ഈ കരിവേപ്പിലയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാനൊരു ഡോക്ടറോ വൈദ്യത്തെയൊന്നുമല്ല. നമ്മുടെ അനുഭവത്തിലുള്ളത് നിങ്ങൾക്കും കൂടി പ്രയോജനമാട്ടെ എന്ന് ഓർത്താണ് ഞാനപ്പോൾ എണ്ണ കാച്ചേക്കണത്. അപ്പോൾ ഈ എണ്ണ ഇതാണ് നമ്മുടെ തലമുടി പറ്റണ എണ്ണ. എൻ്റെ മുടി വെട്ടി കളഞ്ഞാലും പെട്ടെന്ന് 4 മാസം കൂടുമ്പോൾ നമ്മുടെ മുടി വളരണതിൻ്റെ രഹസ്യം ഇത് തന്നെയാണ് കേട്ടോ. അപ്പം എൻ്റെ പിള്ളേരും പേരക്കൊച്ചുങ്ങളൊക്കെ വന്നിക്കണ തിരക്കായിരുന്നു. എങ്കിലും ഞാൻ ഇന്ന് എണ്ണ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്ന്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. പിന്നെ എണ്ണയൊക്കെ ഇങ്ങനെ കാച്ചി പിന്നെ നിങ്ങൾക്ക് മുടിയിൽ തേക്ക് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചങ്ങലമ്പരൻ്റെ ആണെങ്കിൽ ഇതിൻ്റെ എണ്ണയില്ല. വീണ്ടും ഞാൻ പറയുക, കാച്ചുന്ന അത്രയും നമുക്ക് കിട്ടത്തില്ല. നല്ലതായിട്ട് കഷ്ടപ്പെട്ട വേദനയും മാറും, മുടിയും വളരും. ഇതിൽ 2 എണ്ണ ഇട്ട് 2 എണ്ണ നിങ്ങൾക്ക് പ്രയോജനമുള്ളതാണ്. ഞാൻ സെയിലിന് വേണ്ടിയൊന്നുമല്ല ഇത് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തോ. ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഈ തിരക്കിൻ്റെ ഇടയിൽ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരിക്കൽ കൂടി ഇത്രേ ഉള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഹായ്, ബൈ ബൈ.